ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി മക്രോണി പാസ്ത എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് മക്രോണി വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 തുള്ളി എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് വേവിക്കാം. നന്നായി ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റിന് ശേഷം മക്രോണി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മക്രോണിക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്ക് ചിക്കി പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്ത മുട്ട നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത് ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു സവോള ചേർത്ത് കൊടുത്ത് വഴറ്റാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് വഴറ്റാം. മസാലപ്പൊടികളെല്ലാം ശരിക്കും വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചെറുതായി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. എല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇനി തീ അല്പം കൂട്ടി വെച്ചിട്ട് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞ കളർ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/3 ഞാൻ ചേർത്തത്. 2 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ച് ആവിയിൽ വേവിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും
ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയനോ മല്ലിയിലയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്തത്. ഇപ്പോൾ സ്വാദിഷ്ടമായ മക്രോണി പാസ്ത റെഡിയായി കഴിഞ്ഞു.